അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് വാഗമണിലുള്ള അരുന്ധതി വസിഷ്ഠ ക്ഷേത്ര സമുച്ചയമാണ്. നമ്മളുടെ അമ്പലങ്ങൾ വളരെ വ്യത്യസ്തമായി, നമ്മുടെ നാട്ടുകളിലൊക്കെയുള്ള അമ്പലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ്. ഒരുപാട് പടികൾ കയറി ഒരു മലയുടെ മേളിലാണ് ഈ അമ്പലം ഇരിക്കുന്നത്. നല്ലൊരു കാഴ്ച സുഖം നൽകുന്ന ഒരു അമ്പലമാണ്. വല്ലാത്തൊരു ഫീലുണ്ട് ഇവിടെ നിന്നിട്ട്. വളരെ ഒരു ചൈതന്യമുള്ളൊരു ക്ഷേത്രം ആണ് ഇത്. നമ്മളിനി മുന്നോട്ട് പോകുന്നത് തങ്ങൾപ്പാറയിലേക്കാണ്. തങ്ങൾപ്പാറയിൽ ചെന്ന് അവിടെ ഇരുന്ന് ഒരു പാട്ട് പാടുക എന്നുള്ളതാണ് അടുത്ത ഉദ്ദേശം. ആ തങ്ങൾപ്പാറ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് തങ്ങൾപ്പാറ. അവിടെ ഒരു പാറ ഒരു എയറിൽ നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചെറിയ ഒരു ടച്ച് മാത്രമേ ഉള്ളൂ ഭൂമിയിൽ. അത് എയറിൽ നിൽക്കുന്ന ഒരു വലിയ അത്ഭുതമായിട്ടാണ് പറയപ്പെടുന്നത്. ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷെ നമുക്കതൊന്നും കാണാൻ പറ്റില്ല. കാരണം മുകളിലൊരു വലിയൊരു അവിടെ കയറി ചെല്ലണം. നമുക്കത് പറ്റില്ല. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തിങ്ങനെ പോകുമ്പോൾ ഇരിക്കുന്നതാ ഒരു ബോർഡ്. ആ ബോർഡ് കണ്ടപ്പം ഒരുപാട് സന്തോഷം തോന്നി. നമ്മുടെ കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ ഒരു ബോർഡാണ് അത്. അതിൽ എഴുതിയിരിക്കുന്നത് മലയോട് മല്ലിട്ടവർക്ക് മറ്റെങ്ങും കിട്ടാത്ത പരിചരണം കാരിത്താസിലുണ്ടെന്നാണ്. ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തി കാണിച്ചതാണ്. നമ്മളങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട തങ്ങൾപ്പാറയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ ലാസ്റ്റ് പാട്ട് പാടുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഗാനമാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും തരിക. നമ്മുടെ യാത്രകൾ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഇനി വേറെ പുതിയ യാത്രകൾ ഉണ്ടാകാൻ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. ഹായ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ യാത്ര എങ്ങനെയിരുന്നു? നമുക്ക് പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. നമുക്ക് കയറി ചെല്ലാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചെല്ലാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി. ഇപ്പം ഒരു മനോഹരമായ സ്ഥലത്തായിരിക്കുന്നത്. ഞങ്ങളുടെ യാത്രയുടെ ലാസ്റ്റത്തെ പാട്ടാണ് വരാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ഈ ചെറിയ യാത്രാ വിവരണം പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഇനിയും യാത്രകൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. അതിനുമായി ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. പാട്ടിലേക്ക് പോകാം. കരിനീല കണ്ണുള്ള പെണ്ണെ, നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി, അറിയാത്ത ഭാഷയിലെന്തോ കുളിരഴകങ്ങൾ എന്നോട് ചൊല്ലി. കരിനീല കണ്ണുള്ള പെണ്ണേ, ഒരു ദുഃഖരാത്രിയിൽ നീ രഥമൊരു മണൽ കാട്ടിൽ വെടിഞ്ഞു. ഒരു ദുഃഖരാത്രിയിൽ നീ രഥമൊരു മണൽ കാട്ടിൽ വെടിഞ്ഞു. അതു കഴിഞ്ഞോ മനെ നിന്നി പുത്തനനുരാഗ സന്ധ്യകൾ പൂത്തു. കരിനീല കണ്ണുള്ള പെണ്ണേ.